നമസ്കാരം. കേരള PSC ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജോമെട്രിയുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ പാർട്ടാണ്. ക്യൂബുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ കൂടിയാണ് ഞാൻ. അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ പേര് അനൂപ് എസ് പിള്ള എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യം ക്യൂബുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഒരു ക്യൂബിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന രീതിയിലാണ്. എല്ലാ വശവും തുല്യമായിരിക്കും. ക്യൂബിൻ്റെ എ ആയിരിക്കും ഒരു സൈഡ് വരുന്നത്. പിന്നെ അതിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഒരു കോർണറിൽ നിന്നും ഓപ്പോസിറ്റ് കോർണറിലേക്കുള്ള ആ ലൈനാണ് അതിൻ്റെ ഡയഗണൽ. അപ്പോൾ ഇപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും ഉണ്ട്. അപ്പോൾ ഒരു ക്യൂബുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കാവുന്ന 3 അളവുകൾ ഇവയൊക്കെയാണ്. ഒന്നാമത്തത് അതിൻ്റെ വോളിയം, അതായത് വ്യാപ്തം. ഒരു സൈഡ് എ ആയിട്ടുള്ള ഒരു ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ക്യൂബാണ്. ആ വശത്തിൻ്റെ ക്യൂബ് എടുത്താൽ നമുക്ക് ആ ക്യൂബിൻ്റെ ആകെ വോളിയം ലഭിക്കും. അടുത്തത് അതുപോലെ ചോദിക്കാവുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ, അതായത് ആകെ പ്രതല വിസ്തീർണം എന്ന് പറയും. അതായത് ഒരു ക്യൂബിന് ഇതുപോലെയുള്ള എത്ര ഫേസുകൾ കാണും? എല്ലാം സ്ക്വയർ ഷേപ്പുകളാണ്. ഇതുപോലെ 6 സ്ക്വയർ ഷേപ്പുകൾ ചേർന്നതാണ് ഒരു ക്യൂബ് എന്ന ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ആകെ പ്രതല വിസ്തീർണം എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം എ സ്ക്വയർ ആണ്. അതുപോലെ 6 സ്ക്വയറുകൾ ചേർന്നാണ് ഒരു ക്യൂബ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആകെ പ്രതല വിസ്തീർണം എത്രയായിരിക്കും? 6a സ്ക്വയർ ആയിരിക്കും ആകെ പ്രതല വിസ്തീർണം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ ഒരളവാണ് അതിൻ്റെ ഡയഗണൽ. ഒരു കോർണറിൽ നിന്നും ഓപ്പോസിറ്റ് കോർണറിലേക്കുള്ള അളവെന്ന് പറയുമ്പോൾ √3a ആണ്. √3a കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ക്യൂബിൻ്റെ ഡയഗണൽ ചോദിച്ചാൽ എഴുതാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വച്ചിരിക്കേണ്ടത്. ഇനി നമുക്ക് മുൻകാലങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വോളിയം ഓഫ് എ ക്യൂബ് ഈസ് 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. ദെൻ ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ ഈസ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു, ഒരു ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ്. അപ്പോൾ നമുക്കതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. എത്രയാണ്? 64 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ചോദ്യം അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 6a സ്ക്വയർ ആണ്. ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 6a സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ ക്യൂബിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ വ്യാപ്തത്തിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ഒരു വശം കണ്ടുപിടിക്കണം. എ ക്യൂബ് 64 ആണെങ്കിൽ എ എത്രയായിരിക്കും? 4 ആയിരിക്കും. 4ൻ്റെ ക്യൂബാണ് 64. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ആ എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 6 × 4ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പോൾ 6 × 16 എത്ര വരും? 96 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഡി ഓപ്ഷനാണ് ശരി ഉത്തരം. ക്ലിയർ ആയല്ലോ? നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ദ കപ്പാസിറ്റി ഓഫ് എ ക്യൂബിക്കൽ മഗ് ഈസ് 1 ലിറ്റർ. ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് എഡ്ജീസ്. ഇത് നല്ലൊരു ചോദ്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്യൂബിക്കൽ ഷേപ്പുള്ള ഒരു മഗ്ഗിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഏകദേശം ഷേപ്പ് ഇങ്ങനെ വരയ്ക്കാം. ഒരു മഗ്ഗിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്, ആ ക്യൂബിൻ്റെ അല്ലെങ്കിൽ ആ മഗ്ഗിൻ്റെ ഒരു എഡ്ജിൻ്റെ ലെങ്ത്, ഒരു വശമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? നമുക്ക് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. വോളിയം തന്നിരുന്നെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു. ഇത് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. ലിറ്ററും ഒരു വ്യാപ്തത്തിൻ്റെ അളവ് തന്നെയാണ്. പക്ഷേ അതിനെ സെൻറ്റിമീറ്ററുമായി കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഈ പോയിൻ്റ് അറിഞ്ഞിരിക്കണം. 1 ലിറ്റർ അളവെന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബിന് തുല്യമായ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. 1 ലിറ്ററിന് പകരം 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ഇട്ടു.
അപ്പോൾ നമുക്കറിയാം ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ a ക്യൂബാണ്. അത് നമുക്ക് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. നമുക്ക് ഒരു വശമാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. ഏതിൻ്റെ? 1000ൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. എത്രയാണ്? 10 ക്യൂബ് റൂട്ട്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബാണെന്ന് ഓർക്കുക. അപ്പോൾ 1000ൻ്റെ ക്യൂബ് റൂട്ട് എത്ര വരും? 10 സെൻറ്റിമീറ്റർ എന്ന് വരും. 1 ലിറ്റർ വ്യാപ്തമുള്ള ഒരു മഗ്ഗിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ, ക്യൂബിക്കൽ ഷേപ്പുള്ള ഒരു മഗ്ഗിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പോൾ നിങ്ങൾ ഈ പോയിൻ്റാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ടത്. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരള PSC ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ മെമ്പർ ആകുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഫോളോയിങ് ടെലിഗ്രാം എന്ന് പറഞ്ഞ് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫോണിൽ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനലിൽ വരുന്ന പുതിയ വീഡിയോകളുടെ ലിങ്കുകളും മറ്റ് പ്രധാനപ്പെട്ട മെസ്സേജുകളും എൻ്റെ അൺഅക്കാഡമിക് ക്ലാസ്സുകളുടെ ലിങ്കുകളും ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ചോദ്യം എന്താണ്? A solid cube of 4 inches have been painted red, green and black on pairs of opposite faces. It has been cut into 1-inch cubes. How many cubes have only 3 faces painted? ഇത് ഒരു വെറൈറ്റി ചോദ്യമാണ്. ഒരു ക്യൂബിൽ പെയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കിട്ടിയ അളവുകളല്ല ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഇതിന് പ്രത്യേകമായി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് കാണാതെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒരു ക്യൂബുണ്ട്. ഒരു ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് പെയറുകൾ ഒരു പ്രത്യേക കളർ ഉപയോഗിച്ച് അവർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അതിനെ ഈക്വൽ ഷേപ്പിലുള്ള ക്യൂബുകളായിട്ട് കട്ട് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്ത ക്യൂബുകളിൽ 3 വശവും പെയിൻറ്റ് ചെയ്ത എത്ര ക്യൂബുകളുണ്ട് എന്നാണ് ചോദ്യം. നമുക്ക് ജനറലായിട്ടൊന്ന് നോക്കാം. ഇതുപോലൊരു പെയിൻറ്റ് ചെയ്ത ക്യൂബ് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ക്യൂബിൽ ഓരോ ക്യൂബിലും 3 വശത്തും പെയിൻ്റുള്ള ഭാഗങ്ങൾ കാണും, 2 വശത്തുള്ള പെയിൻ്റുള്ള ഭാഗങ്ങൾ കാണും, ഒരു വശം മാത്രം പെയിൻ്റുള്ള ഭാഗം കാണും, ഇനി ഒരു വശവും പെയിൻ്റ് ഇല്ലാത്ത ഭാഗം കാണും. നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ഇപ്പോൾ 4 ക്യൂബുകൾ ചേർത്താണ് വെക്കുന്നത് എന്ന് വിചാരിക്കുക. 4 വശമുള്ള ക്യൂബുകൾ ചേർത്താണ് ഇങ്ങനെ വെച്ചാണ് ഒരു വലിയ ക്യൂബ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഈ എഡ്ജിലുള്ള ക്യൂബിൽ 3 വശത്തും പെയിൻറ്റ് വരും. നമ്മൾ സർഫസിലാണ് പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ എഡ്ജിലുള്ള എല്ലാ ഫേസിലും പെയിൻറ്റ് വരും. ഇതിപ്പോൾ 4 എണ്ണം ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും 3 വശത്ത് പെയിൻറ്റ് കാണും. നമ്മൾ ഇതിലും വലിയൊരു ക്യൂബാണ് സങ്കല്പിക്കുന്നതെങ്കിൽ ചില ക്യൂബിൻ്റെ 3 വശത്ത് പെയിൻറ്റ് കാണും, 2 വശത്ത് മാത്രം പെയിൻറ്റ് കാണും, ഒരു വശത്ത് മാത്രം പെയിൻറ്റ് കാണും. ഇതിനുള്ളിലായി കാണപ്പെടുന്ന ചില ക്യൂബുകൾക്ക് ഒരു വശത്ത് പോലും പെയിൻറ്റ് ഇല്ലാത്തതായും കാണും. അപ്പോൾ അതിൻ്റെ എല്ലാ എണ്ണം കൃത്യമാണ്. അതിനൊരു പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. 3 വശത്തും പെയിൻ്റ് ഉള്ള ക്യൂബുകൾ നമുക്ക് പ്രത്യേക ഇക്വേഷൻ ഒന്നും വേണ്ട. 8 അതിൻ്റെ ആൻസർ വരുന്നത്. കാരണം ഏതൊരു ക്യൂബായാലും അതിൻ്റെ എഡ്ജ് വരുന്നത്, കോർണറിൽ വരുന്ന ക്യൂബുകളെല്ലാം 3 വശത്ത് പെയിൻ്റ് ഉള്ളവയായിരിക്കും. അപ്പോൾ ആകെ എത്ര കോർണർ ഉണ്ട് ഒരു ക്യൂബിന്? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഈ 8 ക്യൂബുകൾക്കും 3 വശത്തും പെയിൻറ്റ് കാണും. അപ്പോൾ 3 വശത്ത് പെയിൻറ്റുകളുള്ള ക്യൂബുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 8 നമുക്ക് കാണാതെ തന്നെ പറയാം. ഇനി 2 വശമാണുള്ളതെങ്കിൽ ആ ക്യൂബിൻ്റെ വലിപ്പവുമായി ബന്ധപ്പെട്ടിരിക്കും. അതായത് n എന്ന് പറഞ്ഞാൽ ആ വലിയ ക്യൂബിൻ്റെ സൈഡാണ് ഉദ്ദേശിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ ആ സൈഡ്, ആ വലിയ ക്യൂബിൻ്റെ സൈഡ് എത്ര ഉണ്ട്, എത്ര സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ആണ് എന്നുള്ളതാണ് എന്നിൻ്റെ വാല്യൂ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഉപയോഗിച്ചാണ് 2, 1, 0 എന്നീ ഭാഗങ്ങളിൽ പെയിൻറ്റുകളുള്ള ക്യൂബുകളുടെ എണ്ണം നമ്മൾ തിട്ടപ്പെടുത്തുന്നത്. 2 ഭാഗം മാത്രം പെയിൻ്റ് അടിച്ച ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 12 × n-2 എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഭാഗത്ത് മാത്രം പെയിൻ്റ് അടിച്ച ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണെങ്കിൽ 6 × n-2 the whole square. ഒരു ഭാഗത്തും പെയിൻ്റ് അടിക്കാത്ത ക്യൂബാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n-2 the whole cube. അപ്പോൾ ഈ 4 വാല്യൂസ് കാണാതെ പഠിച്ചിരിക്കണം. 3 വശത്തും പെയിൻ്റ് അടിച്ച ക്യൂബുകളുടെ എണ്ണം ചോദിച്ചാൽ എപ്പോഴും 8 ആയിരിക്കും. അത് പ്രത്യേകിച്ച് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല.
ഈ ഇക്വേഷനാണ് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഒരു ഭാഗത്തും പെയിൻ്റ് അടിക്കാത്ത ക്യൂബുകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ n വശമുള്ള ഒരു ക്യൂബിനെയാണ് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നത് എങ്കിൽ n-2 ദ ഹോൾ ക്യൂബാണ് വരുന്നത്. ഒരു വശം മാത്രം പെയിൻ്റ് അടിച്ച ക്യൂബാണെങ്കിൽ 6 × n-2 ദ ഹോൾ സ്ക്വയർ. രണ്ട് വശം മാത്രമാണെങ്കിൽ 12 × n-2. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത ചോദ്യം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കണം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നമ്മളോട് 4 ഇഞ്ചുള്ള ഒരു ക്യൂബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റെഡ്, ഗ്രീൻ, ബ്ലാക്ക് ആണ് ഓപ്പോസിറ്റ് പെയറുകളിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ട് ഇൻറ്റു 1 ഇഞ്ച് ക്യൂബ്. 4 ഇഞ്ച് ക്യൂബിനെ 1 ഇഞ്ച് ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ യൂണിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഹൗ മെനി ക്യൂബ്സ് ഹാവ് ഓൺലി 3 ഫേസ് പെയിൻറ്റ്? 3 വശത്ത് മാത്രം പെയിൻ്റ് ഉള്ള എത്ര ക്യൂബുകൾ ഉണ്ടായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 3 വശമാണെങ്കിൽ എപ്പോഴും അതിൻ്റെ ആൻസർ 8 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ക്ലിയർ ആയല്ലോ? നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? എ ക്യൂബ് വിത്ത് ഓൾ ദ സൈഡ്സ് പെയിൻറ്റഡ് വാസ് ഡിവൈഡ് ഇൻറ്റു സ്മാൾ ക്യൂബ്സ് ഓഫ് ഈക്വൽ മെഷർമെൻറ്റ്സ്. ദ സൈഡ് ഓഫ് എ സ്മാൾ ക്യൂബ് ഈസ് എക്സാക്ട്ലി 1/4 ആസ് ദാറ്റ് ഓഫ് ദ ബിഗ് ക്യൂബ്. Therefore the number of small cubes with only one side painted is. എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം? ഒരു വലിയ ക്യൂബുണ്ട്, അതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഉള്ള ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത് ഈ വലിയ ക്യൂബിൻ്റെ 4/1 ഈ ചെറിയ ക്യൂബിൻ്റെ വശമെന്ന് പറഞ്ഞു. അതായത് ഇത് 4 യൂണിറ്റ് ആണെങ്കിൽ ഇത് 1 യൂണിറ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ എത്രയായിട്ട് എടുക്കാൻ സാധിക്കും? വലിയ ക്യൂബിൻ്റെ ഒരു സൈഡായിട്ടുള്ള 4 ആണ് എന്നിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മളുടെ ചോദ്യം ദ നമ്പർ ഓഫ് സ്മാൾ ക്യൂബ്സ് വിത്ത് ഓൺലി വൺ സൈഡ് പെയിൻറ്റഡ്. ഒരു വശം പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ക്യൂബുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചതാണ്. ഒരു വശം മാത്രം പെയിൻറ്റ് ചെയ്ത ക്യൂബുകളുടെ എണ്ണമാണെങ്കിൽ അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 6 × n-2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 4 കിട്ടി. അപ്പോൾ 6 × എന്നിൻ്റെ വാല്യൂ 4 കൊടുത്തു, 4 - 2 ദ ഹോൾ സ്ക്വയർ. എത്ര വന്നു? 6 × 4 - 2 2, 2ൻ്റെ സ്ക്വയർ 4, 6 × 4 24 എന്ന ആൻസർ കിട്ടി. അതിൻ്റെ അർത്ഥം 4/1 വശമുള്ള ചെറിയ ക്യൂബുകളായിട്ട് ഈ വലിയ ക്യൂബിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഈ ക്യൂബ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് മാത്രം പെയിൻ്റ് ഉള്ള എത്ര ക്യൂബുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 24 ക്യൂബുകൾ കാണും. ക്ലിയർ ആയല്ലോ? ഇത് നമുക്ക് വേണമെങ്കിൽ മനസ്സിൽ ആലോചിച്ചൊക്കെ ചെയ്യാം, പക്ഷേ അത് ഒരുപാട് ലെങ്തിയാണ്. ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചിരിക്കുക. ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയുള്ളൂ. ഒരു വശത്തും പെയിൻ്റ് അടിക്കാത്ത ക്യൂബുകളുടെ എണ്ണം ചോദിക്കാം, ഒരു വശം മാത്രം ഉള്ളത് ചോദിക്കാം, 2 വശമുള്ളത് ചോദിക്കാം, 3 വശമുള്ളത് ചോദിക്കാം. ഇത്രയും 4 വാല്യൂസ് മാത്രമേ നമ്മൾ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതിൽ 4 വാല്യൂസിൻ്റെയും ഇക്വേഷൻ നമുക്കറിയാം. 3 വശമുള്ളതാണെങ്കിൽ 8 ആണ്, ഒരു വശമാണെങ്കിൽ 6 × n-2 ദ ഹോൾ സ്ക്വയർ ആണ്, 2 വശമാണെങ്കിൽ 12 × n-2 ആണ്, 3 ഭാഗത്തുള്ള 8 ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ഭാഗത്തും പെയിൻ്റ് അടിക്കാത്താണെങ്കിൽ n-2 ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇത്ര ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ദ സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 100%. ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസ്ഡ് ടു. എന്താണ് ചോദ്യം? എ സൈഡുള്ള ഒരു ക്യൂബിൻ്റെ വശം 100% വർദ്ധിപ്പിച്ചു. അതായത് 100% എന്നാൽ അതിൻ്റെ ഇരട്ടിയാക്കി 2a ആക്കി മാറ്റി. അതിൻ്റെ വോളിയം എത്ര കൂടും എന്നാണ് ചോദ്യം. അപ്പോൾ എ വശമുള്ളതാണെങ്കിൽ അതിൻ്റെ ക്യൂബ് എത്രയായിരിക്കും? വോളിയം എത്രയായിരിക്കും വരുന്നത്? എ ക്യൂബായിരിക്കും വരുന്നത്. ഇനി 100% കൂടി കൂട്ടിയപ്പോൾ അതിൻ്റെ വാല്യൂ 2a ആയി. അപ്പോൾ അതിൻ്റെ വോളിയം എത്രയായിരിക്കും? 2a ദ ഹോൾ ക്യൂബായിരിക്കും. അപ്പോൾ എത്ര വരും? 8a ക്യൂബായിരിക്കും. അതായത് a ക്യൂബ് എന്നുള്ളത് 8a ക്യൂബായിട്ട് മാറി. എത്ര ശതമാനമായിട്ട് കൂടിയെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 100%, ഇവിടെ അതിൻ്റെ 8 ഇരട്ടിയായി, അപ്പോൾ 800% കൂടി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 800% എന്നുള്ളതാണ് ശരി ഉത്തരം. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം അവസാനം തരികയാണ്. നിങ്ങൾ ഈ ചോദ്യം സോൾവ് ചെയ്ത് അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൗ മെനി ക്യൂബ്സ് ഹാവിങ് 2 cm എഡ്ജ് വിൽ ബി റിക്വയർഡ് ടു മേക്ക് എ ക്യൂബ് ഹാവിങ് 4 cm എഡ്ജ്. അതായത് 2 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര കൊച്ചു ക്യൂബുകൾ ചേർത്ത് നമുക്ക് 4 cm എഡ്ജുള്ള ഒരു വലിയ ക്യൂബ് ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ വലിയ ക്യൂബിൻ്റെ വോളിയം ഡിവൈഡ് ബൈ ചെറിയ ക്യൂബിൻ്റെ വോളിയം എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് ആൻസർ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങളും വിശദീകരിച്ച് പഠിച്ചു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.